ഈശ്വരൻ മനുഷ്യൻ സൃഷ്ടിച്ച സങ്കല്പമല്ല, ഭാവനാത്മകമായ ചിന്താധാരകളിൽ മാത്രം ഒതുങ്ങുന്ന ഏതെങ്കിലും പ്രതീകമല്ല. ഈശ്വരൻ ശാശ്വത സത്യമാണ്, ദിവ്യ ജ്യോതിസാണ്, സർവശക്തിവാനാണ്, കാലത്തിനും അതീതമാണ്, ജനന മരണ രഹിതനാണ്. ഈ ദൃശ്യ പ്രപഞ്ചത്തിനുമപ്പുറം ബ്രഹ്മലോകം എന്ന ദിവ്യധാമത്തിൽ ഒരു ദിവ്യ പ്രകാശമായി വിളങ്ങുന്ന ഈശ്വരൻ അഥവാ പരമാത്മാവ് ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനാണ്. ഈശ്വരൻ ഏകമാണ്. പല നാമങ്ങളിൽ മനുഷ്യർ ഈശ്വരനെ വിളിക്കുന്നുവെങ്കിലും ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ദിവ്യ ബുദ്ധിയിലൂടെയും സാക്ഷാത്കാരത്തിലൂടെയും മാത്രമേ പരമാത്മാവിനെ ദർശിക്കുവാൻ കഴിയൂ. അതിനാൽ ഈശ്വരനെ പ്രതീകങ്ങളിലൂടെ ഓർമ്മിക്കുന്നതിന് അനുകൂലമാക്കി മനുഷ്യർ ഓർമ്മിക്കുന്നു. ഇങ്ങനെ പരമാത്മാവിനെ ഓർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഭാവനാത്മകമായ ഒരു പ്രതീകമാണ് ശിവലിംഗം. ശിവൻ എന്നാൽ മംഗളകാരി എന്നർത്ഥം, ലിംഗം എന്നാൽ അടയാളം എന്നർത്ഥം. സൂര്യൻ ആകാശത്ത് ഒരു സ്ഥാനത്ത് നിലകൊള്ളുന്നു. സൂര്യൻ സർവത്ര വ്യാപിച്ചിരിക്കുകയല്ല, മറിച്ച് സൂര്യൻ്റെ പ്രകാശവും ഊർജവും ലോകത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. അത് നമുക്ക് എവിടെയിരുന്നും അനുഭവിക്കുവാൻ കഴിയുന്നു. അതുപോലെ നിരാകാര ലോകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈശ്വരൻ്റെ ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും തരംഗങ്ങൾ എവിടെയിരുന്നും നമുക്ക് ധ്യാനത്തിലൂടെ അനുഭവിക്കുവാൻ കഴിയും. അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതും സത്യധർമ്മങ്ങൾ ക്ഷയിക്കുന്നതുമായ കലിയുഗ അന്ത്യത്തിൽ സുഖദാതാവും പാപവിമോചകനുമായ പരമാത്മാവിൻ്റെ ദിവ്യവും മംഗളകരവുമായ അവതരണം ഈ ഭൂമിയിൽ ഉണ്ടാകുന്നു. അതിലൂടെ മനുഷ്യാത്മാക്കൾ ദുഃഖ അശാന്തികളിൽ നിന്നും നിവൃത്തരായി മുക്തിയും ജീവൻ മുക്തിയും പ്രാപിക്കുന്നു.